രേഖാസ്കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു വെണ്ടക്കായ മെഴുക്കുപുരട്ടിയാണ് തയ്യാറാക്കുന്നത്. ഇത് തയ്യാറാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു വെണ്ടക്കായ മെഴുക്കുപുരട്ടി എങ്ങനെയാണ് തയ്യാറാക്കണതെന്ന് നോക്കിയിട്ട് വരാം. ഞാനിവിടെ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള 1/2 കിലോ വെണ്ടക്കായ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ നുറുക്കിയെടുത്താൽ മതി. പിന്നെ ഒരു പാൻ ഗ്യാസ് സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വേറെ ഓയിലുകളൊന്നും ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. മെഴുക്കുപുരട്ടികൾ എപ്പോഴും തയ്യാറാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിവിടെ ഒരു 2-2.5 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണ. അപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് കുറവ് മതിയെങ്കിൽ നിങ്ങൾ കുറച്ച് ചേർത്തോളൂ. പക്ഷേ ഈ മെഴുക്കുപുരട്ടിക്ക് നല്ലൊരു രുചി കിട്ടണമെങ്കിൽ വെളിച്ചെണ്ണ ഒരു അല്പം കൂടുതൽ തന്നെ വേണം. വെളിച്ചെണ്ണ ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വലിയ 2 സവാള നീളത്തിൽ നുറുക്കിയെടുത്തതാണ് ചേർത്ത് കൊടുത്തേക്കണത്. നിങ്ങൾക്ക് ഈ സവാളയ്ക്ക് പകരം ചുവന്നുള്ളി വേണമെങ്കിലും ചേർക്കാം കേട്ടോ. നമ്മൾ പെട്ടെന്ന് എളുപ്പത്തിന് സവാള ചേർത്തു എന്ന് മാത്രം. സവാള ഒരുപാട് ബ്രൗൺ കളർ ആവുന്നു വേണ്ട, ചെറുതായിട്ടൊന്ന് വഴറ്റി കിട്ടിയാൽ മാത്രം മതി. സവാള വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് പൊടിച്ച മുളകാണ്. വറ്റൽ മുളക് പൊടിച്ചെടുത്തതിൻ്റെ പൊടി, ചതച്ച മുളക് എന്നൊക്കെ പറയില്ലേ, അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. മുളക് പൊടിയോ പച്ചമുളകോ അല്ല ചേർത്ത് കൊടുക്കുന്നത്. വറ്റൽ മുളക് ചതച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഒരുപാട് സമയമൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ വെണ്ടക്കായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെണ്ടക്കായ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പിന്നെ വെണ്ടക്കായ ഇട്ട ശേഷം തീരെ വെള്ളമൊന്നും അതിൽ ചേർക്കാൻ പാടില്ല. കാരണം ഒരു വഴുവഴുത്ത പോലെയാവും. അതുകൊണ്ട് തീരെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടിയുടെയും മുളക് പൊടിയുടെയും അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. പിന്നെ നമ്മൾ ഇതുവരെ ഉപ്പ് ഇട്ടിട്ടില്ല, കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ സവാളയും വറ്റൽമുളകും വെണ്ടക്കായും ഒക്കെ കൂടിയിട്ട് നന്നായിട്ട് വഴണ്ട് നല്ല ഒരു പരുവായിട്ട് വരണം. അതുവരെ നമ്മൾ വഴറ്റി എടുക്കണം. ഞാൻ ഈ വെണ്ടക്കായ മെഴുക്കുപുരട്ടി തയ്യാറാക്കി എടുക്കുന്നത് മൂടി വെക്കാതെ തുറന്ന് വെച്ച് തന്നെ റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് കൂടുതൽ നേരം നമുക്ക് വഴറ്റിയെടുക്കണം. അപ്പോൾ അടി പിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. വെണ്ടക്കായും സവാളയൊക്കെ നന്നായിട്ട് ചുരുങ്ങി വന്നു. കണ്ടില്ലേ, ഈ പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. എത്രയാണോ ഡ്രൈ ആക്കേണ്ടത് അത്ര ഡ്രൈ ആക്കി എടുക്കാം. ഗ്യാസ് ഓഫാക്കിയ ശേഷം ഒരു സെർവിങ് ഡിഷിലേക്ക് നമ്മൾ മാറ്റുകയാണ്. കണ്ടില്ലേ എന്ത് ക്ലിയർ ആയിട്ടാണ് നമുക്ക് മെഴുക്കുപുരട്ടി കിട്ടിയേക്കണതെന്ന്. ഇതിലും ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ നമുക്ക് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.